ഇന്ന് ആഗസ്റ്റ് 29. ഇന്നും ഈ ആഴ്ചയും OTT റിലീസ് ആകുമെന്ന് നേരത്തെ കൺഫേം ആക്കപ്പെട്ട OTT അപ്ഡേറ്റുകൾ ഇന്നലത്തെ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന പുതിയ OTT അപ്ഡേറ്റുകളും ഇന്നത്തെ മലയാളം OTT റിലീസുകളുമൊക്കെയാണ് ഈ വീഡിയോ ഭാഗത്ത് കൂടെ എത്തിക്കുന്നത്. ആദ്യത്തേത് മഞ്ജു വാര്യർ അഭിനയിക്കുന്ന, പലരും OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന, കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്കെത്തിയ സസ്പെൻസ് ത്രില്ലർ മലയാളം സിനിമയാണ് ഫൂട്ടേജ്. സിനിമ സെപ്റ്റംബർ 5-ാം തീയതി ഓണം സ്പെഷ്യലായിട്ട് സൺ നെക്സ്റ്റിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുമെന്ന് ഇന്നലെ അറിയിച്ച തെലുങ്ക് ആക്ഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ദ 100. അറിയിച്ചതുപോലെ തന്നെ സിനിമ ഇന്ന് ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ പാണിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുമെന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വന്നിട്ടും തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ മാത്രം OTT റിലീസ് ചെയ്ത മികച്ച അഭിപ്രായം നേടി വിജയിച്ച തമിഴ് ചിത്രമാണ് തലൈവൻ തലൈവി. സിനിമയുടെ മലയാളം, കന്നഡ പതിപ്പും കൂടെ ഇന്ന് ആമസോൺ പ്രൈമിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ വിദേശത്തൊക്കെ ആയിട്ട് OTT റിലീസ് ചെയ്ത കഥ പറഞ്ഞ കഥ എന്ന മലയാളം സിനിമ ഇന്ന് മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലും കൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. പുതിയ മ്യൂസിക് ഡ്രാമ ഹിന്ദി ചിത്രമാണ് സോങ്സ് ഓഫ് പാരഡൈസ്. സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ തിയേറ്ററിലേക്കെത്തിയ നോബഡി 2 എന്ന മികച്ച അഭിപ്രായം നേടിയ ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രം സെപ്റ്റംബർ മാസം 2-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലും കൂടുതൽ ഡിജിറ്റൽ സർവീസുകളിലും OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഡീസന്റ് അഭിപ്രായമൊക്കെ നേടിയെടുത്ത മലയാളം കോമഡി ത്രില്ലർ സിനിമയാണ് ഫ്ലാസ്ക്. മനോരമ മാക്സ് ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടായേക്കും. അടുത്തത് മികച്ച കളക്ഷനൊക്കെ നേടിയ കോമഡി ഹൊറർ ചിത്രമാണ് സുമതി വളവ്. സിനിമയുടെ OTT അവകാശം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്നും സെപ്റ്റംബർ 14-ന് സിനിമ OTT റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുമുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന കാര്യം സിനിമ ടീം പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കുമെന്നാണ് റൂമേഴ്സ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം.